ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആദിയിലെ പോലെ ഇപ്പോഴും ആമേൻ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാവായ മാർത്തോമ്മയെ, ഞങ്ങൾ ഏറ്റവും പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ ജപത്തെ നിങ്ങളുടെ സ്തുതികളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിങ്കിൽ ഏറ്റവും വലിയ ഉപകാരമായ കാഴ്ചവെപ്പാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാളാണ്, ജൂലൈ 16-ാം തീയതി. അപ്പോൾ നമ്മൾ കുർബാന പുസ്തകത്തിൽ 337-ാമത്തെ പേജിലെ ആ പ്രാർത്ഥനയാണ്, മാതാവിൻ്റെ പൊതുവായിട്ടുള്ള തിരുനാളിൻ്റെ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത്. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനവോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. ദൈവത്തിന് സ്തുതി, അതിനങ്ങളിൽ ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ മാതാവായ ബെത്സഹന്യ മറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രക്ഷാകര രഹസ്യത്തിൻ്റെ അനുസ്മരണവും ആഘോഷവുമായ ഈ കുർബാന യോഗ്യതാപൂർവ്വം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. കർത്താവത്ഭുത കൃത്യങ്ങൾ പരിചോടു ചെയ്തേ ഭുവനത്തിൽ അവനു മഹത്വം നൽകിടുവിൻ. നവമൊരു ഗാനം പാടിടുവിൻ.
നാഥനെ എന്നും കീർത്തിപ്പിൻ, പാവനമാവു നാമം വാഴ്ത്തിടുവിൻ. രക്ഷയവൻ വെളിവാക്കി മുതാ നീതി ജനങ്ങളെ അറിയിച്ചു. നാഥൻ തൻ കൃപ വർഷിച്ചു. ഭൂതലമഖിലം ദൈവത്തിൻ രക്ഷാകർമ്മം ദർശിച്ചു. മന്ദജനത്തിൻ ജീവനവൻ പരിചോടു പാലിച്ചിടുന്നു. ദുഷ്ടജനത്തിൽ നിന്ന് വരെ സംരക്ഷിക്കുന്ന വരദം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിഞ്ഞോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങ് സകലത്തിൻ്റെ നാഥനും ശ്രേഷ്ഠാവുമാകുന്നു. സകലത്തിൻ്റെ നാഥായ നീക്കും. ഞാൻ കൈകൾ കഴിയുന്ന ഫലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിൽ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യരു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതി നന്ദിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. സകലത്തിൻ്റെ നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവ്വേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ,
പരിപാവനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ പരിപാവനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുത്രകനും ബലവാന്റെ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്വം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. 1-ാം അധ്യായം 3 മുതൽ 7 വരെ വചനങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവമായ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്താൽ ഓരോ തരത്തിലുള്ള ബന്ധങ്ങൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സഹനങ്ങൾ ഞങ്ങൾ സമർത്ഥമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമർത്ഥമായി പങ്കുചേരുന്നു. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങളും ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നിങ്ങളിൽ കുറച്ച് പ്രത്യാശയുണ്ട്. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പ്രചരിക്കുന്നു. നിശിഹാരാജൻ തൻ മൊഴികൾ സുവിശേഷത്തിൻ പരിശുദ്ധാത്മനിവേശത്താൽ യൂദയസഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ജിഫ്തിലെ സഭയിൽ യോഹന്നാൻ എഫെസോസിൽ നാഥ ജനതനിഗ്രന്ഥം ധ്യാനിപ്പോയി മഹിമകളെ മന്ദിരവാൻ നമിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ വിശ്വവിശുദ്ധയുടെ വിശുദ്ധ വിശേഷം. അധ്യായം 11 വചനങ്ങൾ 27 മുതൽ. അവരിത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. വിഷയത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാളാണ്. ജൂലൈ 16-ാം തീയതി. ജൂലൈ 13 റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളായിരുന്നു. മാതാവിൻ്റെ തിരുനാൾ ദിവസത്തിൻ്റെ പ്രത്യേകത, അന്ന് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. മാതാവ് ഔദ്യോഗികമായിട്ട് ശുദ്ധീകരണം സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ അർഹരായവരെ ഒത്തിരിയേറെ ആനുകൂല്യത്തോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്ന് മരിയ ഭക്തർ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഈ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിവസം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറയാൻ ആഗ്രഹിക്കുകയാണ്.
സാധാരണ വ്രതംസാര ശുശ്രൂഷ വേളയിൽ ശരീരത്തിൽ അവർക്ക് ഡ്രസ്സ് നല്ല വെള്ളയായിരിക്കാം, പുരുഷന്മാർക്ക് വെള്ള ഡ്രസ്സായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അപ്രകാരമായിരിക്കാം. അതോടൊപ്പം തന്നെ കയ്യിലൊരു കുരിശ് കൊടുക്കും, പിന്നെ കയ്യിലൊരു ജപമാല കൊടുക്കും, പിന്നെ കഴുത്തിലൊരു വെല്ലിങ്ങായിരുന്നു. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊരു ഡ്രസ് കോഡാണ്, ശവത്തിൻ്റെ ഡ്രസ് കോഡായത് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കുട്ടികൾ യൂണിഫോം ധരിക്കുന്നത് പോലെ മരിച്ചു കിടക്കുന്നവർ ഇത് കിടന്ന യൂണിഫോം എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ വെല്ലിങ്ങയ്ക്ക് ഒരു വലിയ ഒരു ചരിത്രമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവാനുഭവം ഉണ്ടായ ധാരാളം മലകളിൽ ഒരു മലയാണ് കാർമൽ മല. അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് അറിയണമെങ്കിൽ 1 രാജാക്കന്മാർ 19-ാം അധ്യായം എപ്പോഴെങ്കിലും ഒന്ന് വായിക്കണം. അവിടെ വലിയൊരു ദൈവാനുഭവത്തിൻ്റെ ഒരു മലയാണ്. ഏലിയ പ്രവാചകൻ 400 ബാൽദേവൻ്റെ 400 പുരോഹിതർ, അത് വിഗ്രഹാരാധനയാണ് അവർ. അതുപോലെ അഷറയുടെ 450 പേർ, എല്ലാം കൂടെ 850 പേര്. അത്രയും പുരോഹിതർ, വലിയൊരു ജനക്കൂട്ടം. ഏലിയ ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി കളയണമേ. അഗ്നി ഇറക്കിയ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഏലിയയുടെ തീഷ്ണതയും മോശയുടെ ധൈര്യമെന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ എടുത്തു പറയുന്നത്. അത്രമാത്രം തീഷ്ണമതിയായിരുന്നു ഏലിയ താമസിച്ച സ്ഥലമാണ് ഈ കാർമൽ മല. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കിയ സ്ഥലമാണ്. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയാൽ എളിമയോടുകൂടി ഞാൻ പറയുന്നു, 20 പ്രാവശ്യം അവിടെ പോകുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം അവസരം തന്നത് അത്രയും സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്, എളിമയോടുകൂടി ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ പരിപാലനയായിട്ട് ഞാൻ കരുതുകയാണ്. 12-ാം നൂറ്റാണ്ടോടുകൂടി കുറേ സഹോദരങ്ങളും അവിടെ തീഷ്ണമായൊരു പ്രാർത്ഥന ആരംഭിച്ചു കാർമൽ മലയിൽ. അവർ ഏലിയായുടെ തീഷ്ണതയോടു കൂടിയുള്ള പ്രായശ്ചിത്തത്തോടു കൂടിയുള്ള ജീവിതമാണ് കാർമൽ മലയിൽ ആരംഭിച്ചത്. പിന്നീട് കുരിശുദ്ധം വന്നപ്പോൾ അവർ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അങ്ങനെ അവർ കർമ്മൽ സഭ സ്ഥാപിച്ചു. അവിടെ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം, അവരെ മധ്യസ്ഥതയിലാണ് സഭ ആരംഭിച്ചത്, തീഷ്ണമായ പ്രാർത്ഥനയോടുകൂടി. എന്നാൽ ഒരു കാലഘട്ടത്തിൽ അവർക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് എന്ന് പറയുന്ന വ്യക്തി താനൊരു സാന്നിധ്യം മാതാവിനോട് പ്രത്യേകമായിട്ട് ഈ ധർമ്മസംഘത്തെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഒരു സാധനമാണ് ഈ ലത്തിക എന്ന് പറയുന്നത്, ഉത്തരീയം എന്ന് പറയുന്നത്. അമ്മ പറഞ്ഞു, ഇതിനെ ഞാൻ പ്രത്യേകം സഹായിക്കും. അതുപോലെ തന്നെ ഇത് ധരിക്കുന്നവർക്കും പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരിക്കും. അവർ മാതൃഭക്തിയിൽ ജീവിച്ചാൽ ഒരിക്കലും നരകത്തിൽ പോകുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ശുദ്ധീകരണത്തിലാണെങ്കിലും അവരെ ഞാൻ പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകി കൊണ്ടുപോകും. അങ്ങനെയാണ് ഈ ഉത്തരീയം അല്ലെങ്കിൽ ജപമാല അത് ആരംഭിച്ചത്. പിന്നെ കർമ്മല സഭക്കാരത് ഒരു ഭക്തിയായിട്ട് പ്രചരിപ്പിച്ചു. പിന്നെ സഭയിലത് ശക്തമായിട്ട് ഒരു ധരിക്കുന്ന ഒരു സാധനമായിട്ട്, കഴുത്തിൽ ധരിക്കുന്ന ഒരു പൂജ്യ വസ്തുവായിട്ട് ജനങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു. നേരത്തെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട അറക്കൽ പിതാവിനെ ഓർക്കുകയാണ്. ഞാൻ ഈ മരീന അപേക്ഷയിലേക്കൊക്കെ വന്നതിന് ശേഷം ഒരിക്കൽ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവെ ഞാൻ വെല്ലിങ്ങ ധരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് കഴുത്തിൽ ഞാനും ഇത് ധരിക്കുന്നുണ്ട്. ഞാൻ സെമിനാരിയിലായിരുന്നപ്പോൾ തൊട്ടേ എൻ്റെ കഴുത്തിൽ ഈ സാധനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വെല്ലിങ്ങ ഒരു ഔട്ട് ഓഫ് ഫാഷനായിട്ട് ചിലപ്പോൾ പോയേക്കാം. എന്നാൽ ധരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. നല്ലതാണ്. സങ്കീർത്തനം 18:29 വചനമുണ്ട്. എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ ശത്രുനിരയെ ഭരിക്കും. എന്തായാലും ഈ കോട്ട ബലഹീനതകളുടെ കോട്ട. നമ്മുടെ ബലഹീനതകൾ ധാരാളമുണ്ട്. ബലഹീനതകൾ അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയിലേക്ക് പ്രേരിപ്പിക്കുന്ന, പ്രത്യേകിച്ച്
ഒരു മനുഷ്യൻ നന്മയിലേക്ക് വരാൻ തുടങ്ങുമ്പോഴത്തേനും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. സങ്കീർത്തനം 18:29 എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ എൻ്റെ ശത്രുനിരയെ ഞാൻ ഭേദിക്കും. ശത്രു എന്ന് പറയുന്നത് ആരാണ്? എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ തടസ്സപ്പെടുത്തുന്ന, എന്നെ പാപത്തിലേക്കും എൻ്റെ ബലഹീനതയിലേക്ക് നയിക്കുന്ന എല്ലാ മേഖലകളും എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും. ഈ വചനം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഒരു വെന്തിങ്ങാതിരിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം ജപമാല 12-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധയമ്മ പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെട്ട് നൽകിയതാണ് ജപമാല. അതും അതിൻ്റെ ഒത്തിരിയേറെ ആനുകൂല്യങ്ങളുണ്ട്. ജപമാല ഭക്തി അത് ഒത്തിരിയേറെ ശക്തമായിട്ട് ഇന്ന് ലോകത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. അനേകം ജപമാല ഭക്തരാണ് ജപമാലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് മുമ്പായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അതിനുശേഷം ജപമാല കഴിഞ്ഞിട്ട് ദൈവമക്കൾ ഗ്രോട്ടോടവിടെ പോയി ഒരു ജപമാലയും കൂടെ ചൊല്ലിട്ടേ പോകുള്ളൂ. ഇവിടുത്തെ മരിയധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ജപമാല ഭക്തി. പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും അതുപോലെ ബഹുമാനമുള്ള വണക്കവും. ഇന്ന് കർമ്മൽ മാതാവിൻ്റെ തിരുനാളാണ്. ഈ തിരുനാളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മാതാവിൻ്റെ തിരുനാളുകൾ തന്ന അമ്മ ഔദ്യോഗികമായിട്ട് ശുദ്ധീകരണം സന്ദർശിക്കുന്ന സമയമാണ്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വലിയ സന്തോഷമാണ്. ഒത്തിരിയേറെ ഗ്രേസ് മാർക്ക് കൊടുത്തുകൊണ്ട് ഒത്തിരി കണക്കിനെ കൊണ്ടുപോകും മാതാവ്. അതുകൊണ്ട് തന്നെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ഭൂമിയിലെ ദൈവമക്കളും ഇന്ന് സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജപമാലയെക്കുറിച്ച് പറയുമ്പോൾ സഭയുടെ ചരിത്രത്തിൽ ഒന്ന് സൈമൺ സ്റ്റോക്കിന് പെൻഡിങ് കൊടുത്തത് 1251-ലാണ്. 12-ാം നൂറ്റാണ്ടിൽ മിസ്റ്റർ ഡൊമിനിക്കിന് ജപമാല അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നൽകുന്നുണ്ടായി. പിന്നീട് ചരിത്രത്തിൽ ആദ്യമായിട്ട് 1996 നവംബർ 2-ാം തീയതി അഞ്ചിക്കോട്ടുള്ള റാണിക്ക് മാതാവ് നേരിട്ട് ജപമാല നൽകുകയും ആ ജപമാലയ്ക്ക് ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെ സുഗന്ധ അഭിഷേകം നൽകിക്കൊണ്ട് അത് സഭയിലുടനീളം, പ്രത്യേകിച്ച് കേരളത്തിലുടനീളം അതൊരു ചലനമാക്കുകയും ചെയ്തു. അത് ദൈവത്തിൻ്റെ പ്രത്യേക സഹായത്താൽ 36 വലിയ ധ്യാനങ്ങൾ നടത്താൻ ദൈവം ഭാഗ്യം നൽകിയത് ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് അത് പാലക്കാട് രൂപത അത് ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ അത് അവിടെ ബലി അർപ്പിക്കുവാനായിട്ടുള്ള പ്രത്യേക അനുവാദം ലഭിക്കുകയും ചെയ്തു. ഇതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയായിട്ട് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധയമ്മയെ നമ്മൾ കൂട്ടുപിടിക്കണം. കാരണം വചനം ഇത്രമാത്രം അരച്ച് കലക്കി കുടിച്ച വ്യക്തി പരിശുദ്ധയമ്മ. ബാറൂക്കിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, ദൈവകൽപ്പനയുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. ബാറൂക്കിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വചനം, ദൈവകൽപ്പനയുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. വചനത്തെ ചരിക്കുവാൻ, വചനം പാലിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അമ്മയെ കൂട്ടുപിടിക്കണം. അമ്മ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷത്തിൽ കേട്ടത്, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവൻ ഭാഗ്യവാൻ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മ, ഭാഗ്യവതിയായ പരിശുദ്ധ അമ്മ, ബാറൂക്കിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വചനം, ദൈവകൽപ്പനയുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളെ നമുക്ക് ചേർത്ത് പിടിക്കാം. ഒരു നിമിഷം കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ മാതാവേ, ഇന്ന് അമ്മയുടെ വലിയ തിരുനാളാണല്ലോ. അമ്മ വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ട് തൻ്റെ പുത്രൻ്റെ പാപപരിഹാര ബലി അതിൻ്റെ യോഗ്യതാപൂർവ്വം പങ്കെടുത്ത് ആ ബലിയുടെ യോഗ്യതകൾ മുഴുവൻ അമ്മയുടെ വിമല ഹൃദയത്തിൽ സ്വീകരിച്ചതുപോലെ ഓരോ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അമ്മ യോഗ്യതയോടുകൂടി കുർബാന അർപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൊണ്ടുവന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പ്രതികരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ കന്യാമറിയത്തെ പോലെ
ദൈവത്തിന്റെ മനസ്സിന് വിധേയരായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിൽ നിന്ന് കേട്ട വചനം വിശ്വസിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാനായിലെ കല്യാണവേളയിൽ ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ വഴിയൊരുക്കിയ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതൃക സ്വീകരിച്ച് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദിമാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണ വഴി രക്ഷാകർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഹോദരനെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയ പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേധരാർജ് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ മാർ തോമസ് മെത്രാനെയും ഞങ്ങളുടെ പിതാവും രൂപാധ്യക്ഷനുമായ മാർ ജോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനം നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രത്യേകിച്ച് കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. രക്തത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവദാന്തത്തിൽ ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും പരിശുദ്ധമയോടൊപ്പം സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾ കൈവയ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുമേ. സാർവത്രികവും സ്ലൈഹവുമായ സഭയുടെ മേൽ കർമ്മ പറഞ്ഞ വലങ്കை നേട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വടവനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ കുടുംബാസവും ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരെയും ദയാവയോഗ്യരാക്കണമേ. കരുണാതിരിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഞങ്ങളുമായി രമിതപ്പെടുന്ന ഇവരുടെ പ്രവർത്തികളായ ജീവിതകാലം മുഴങ്ങേതോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങൾ പങ്കുകൊള്ളട്ടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു, കന്യാമാതാവേ, മണ്ണിൽ ഭാഗ്യവതി, നിന്നെ വണങ്ങുന്നു. നൽകി നിത്യസമുന്നതനാം വിണ്ണിൻ നാഥന ജന്മം നീ. എന്നും അനുഗ്രഹപൂരിതനാം ധന്യേ ഞങ്ങൾ തേടുന്നു. ദൈവത്തിൻ ദാനം ചിരകാലം. നിന്റെ ദാസർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കൃപയാൽ പൂരിതനാം കന്യാമാതാവേ, നിന്നെ വണങ്ങുന്നു. യുദ്ധവും അതുപോൽ ശത്രുതയും ധരയിൽ നിന്നും അകറ്റാനും വത്സരമഖിലം നന്മകളാൽ നിത്യം പൂരിതമാകാനും സുതനോടായി പ്രാർത്ഥിച്ചിടണമേ. താതനും അതുപോലാത്മജനും ദിവ്യറോഹൈക്യം സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലി. സുതനുടെ പ്രേക്ഷിതരേ
മാർത്തോമായെയും നിളസാക്ഷികളെയും സൽകർമ്മികളെയും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിരോത്ഥാനത്തെ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ പ്രാർത്ഥനയും നിത്യം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപതനം സകല സൃഷ്ടികൾക്കും പിതാവിൽ ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനുടെ സത്യമാകുന്നു. അവിടുന്ന് പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നൽകി പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും നിറഞ്ഞപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ ഭാഗമാകുന്നിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹിതവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ വേർപ്പും നിത്യായുസ്സുകളേറ്റുകയും ചെയ്യുന്നു. ആമേൻ. നാഥനായ ദൈവത്തിന്റെ സ്തുതികളായ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേറോട്ട് പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങ് സമർപ്പിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷിതന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങയുടെ കാരുണ്യ അതിരകത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകി വലിയ ദാനം
തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച ബോധ്യത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. കർത്താവേ, ശക്തനായ സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. ഞങ്ങളുടെ ശരീരത്തിന്റെ രക്തത്തിൽ ഞങ്ങളെ നമുക്കെല്ലാവർക്കും ഒരു നാമത്തോടെ വിശുദ്ധിയോടുകൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതോ റുഹദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മഹനീയമായ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് നന്ദിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും അഹോന്നതനെ കൂപ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോബന്മാരും ശ്രാപ്പന്മാരും ചേർന്ന് നാഥനങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും പിന്നും നിറയുന്ന മന്നവരുടെ മഹിമകളാ ഉന്നതവേദി ഹോശാന ദാവീദിൻ സുതഹോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവൻ യുഗരാജാവാം വീണ്ടും വരുവാനും ധന്യൻ ഉന്നതവേദി ഹോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനെ കുറിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ ഞങ്ങളുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മരിച്ചുപോയി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും നരപരമായ ലയോ 14-ാം മാർപ്പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പരദേശനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ കട്ടിൽ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും അതിരൂപതാധ്യക്ഷൻ തോമസ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ ഉപതാധ്യക്ഷൻ പിതാവുമായ ജോസ് മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതന്മായ പ്രേസർ ഭരണാർത്ഥാക്രമേലതീർക്കും വിശുദ്ധ കത്തോലിക്ക സഭയുടെ സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷിയുടെയും മന്ത്രിയുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാപിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ വേല പിടിഞ്ഞ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാലത്തെ പ്രത്യാശ കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും എളിവനായ എനിക്കും വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളോ വിശുദ്ധമായ പടത്തിന് മേൽ അഭിഷിക്തന്റെ ശരീരത്തെ നിങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം ഞങ്ങളുടെ ശാന്തിയും സമാധാനവും നൽകണമെന്ന് മാത്രം പിതാവായ ദൈവം നിങ്ങൾക്കായി ശ്രമിച്ചങ്ങയച്ചുവെന്ന് എല്ലാവരും കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നാർമരത്തിൻ്റെ മിശ്രയുടെ മാർഗം പഠിപ്പിക്കുവാൻ ഞങ്ങൾ അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥന്റെ രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹിമയും ഭയഭക്തരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവോടെ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇനി ആശീർവദിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചോട് ഉയർപ്പുള്ളവരെ പ്രത്യാശിക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിനും നാമജീവത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മകനെയും വിസ്മയവുമായ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അഭിഷിക്തന മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി സമർപ്പിക്കുകയും ചെയ്യുന്നു.
സജീവവും പരിശുദ്ധവും ജീവദായകമാങ്ങളുടെ നാമത്തിന് സ്തുതി ബഹുമാനവും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവിധം എന്നോട് ദയ തോന്നണമേ. തൂവം പോലെ ഞങ്ങളുടെ തൂവം പ്രാർത്ഥന സാധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴി ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പരിമളത്തിൻ്റെ പൂർത്തനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ നേരിടയാ എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്ത എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് സദയം ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മഹനീയവും വിശുദ്ധവുമായി വിലയിരുത്തുന്ന ശുശ്രൂഷകനെ അവിടുന്ന് സുഗന്ധപൂരിതമാക്കണേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാലത്തെ പ്രത്യാശപരം കാത്തു നിൽക്കുന്ന ജനത്തെയും അവിടുന്ന് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, വിശുദ്ധികളുടെ സദൃശ്യവും അവിടുത്തെ സിംഹാസന ബലിപീഠത്തെയും പാമോചങ്ങളുടെ ശരീരരക്തങ്ങളെയും അവിടുന്ന് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരുണ്യ പ്രത്യാശാപുറം കാത്തിരിക്കുന്ന ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിച്ച് അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളത്താൽ ഞങ്ങളെ അവിടുന്ന് പൂരിതരാക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുതർക്കവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് കടക്കാരന് ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായ ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് എപ്പോഴും ആരാധനയുണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങി വന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാമോനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. സ്വർഗത്തിൽ ജീവൻ സ്നേഹമടങ്ങി കൈക്കൊള്ളൂ ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമായി. നീതിമാവി ഞങ്ങൾക്കായി തുറക്കണമേ. മാടി വിളിച്ചവനാ അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാ കരുണാമയന കർത്താവേ, നിൻ സവിധേയം നരപരദം നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. നമ്മുടെ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ.
മഹോന്നതനായ ദൈവമേ, സ്വർഗരാജ്യത്തിൽ സ്തുതിക്കുവാൻ ഞങ്ങളുടെ തരങ്ങളെ പ്രേരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരമായി വ്യാപരിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാസമ്പന്നനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തെ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ അവന്റെ സൈന്യം രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപിന്റെ അധികാരം അങ്ങടേതാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിസർജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നിത്യം സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മുടെ രക്ഷകനായ മിശിഹായുടെ അക്ഷയ ശരീരവും അമൂല്യ രക്തവും ഏകമനസ്സോടെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് വേണ്ടിയുള്ള അവന്റെ മരണത്തിലും ഉദ്ധാനത്തിലും വിശ്വസിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യാം. മാലാഖമാരോടുകൂടെ അവനെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നമ്മെ കൃപാപരം കാരുണ്യപ്പെടുന്ന എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. മനുഷ്യവംശത്തിന് മാതൃകയായ മറിയമേ, നീ അനുഗ്രഹീതയാകുന്നു. തിരുവിസ്തൃതിനെ പ്രതി നിന്റെ നാമം അപനതമാകുവാൻ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സഹോദരരെ, ഹല്ലേലൂയ പാടിക്കൊണ്ട് മിശിഹായുടെ തിരുശരീരങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഈശോയുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. 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 ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, സ്വർഗമായി മാറ്റണേ. ഞാനുമായി ഒന്നായി ലയിച്ചിടണേ. എന്നുള്ളിൽ വാഴും പിതാവാം ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, എന്നുള്ളത്തെ സ്വർഗമായി മാറ്റണേ. ഞാനുമായി ഒന്നായി ലയിച്ചിടണേ. എന്നാത്മാവങ്ങേയ്ക്കായി ദാഹിക്കുന്നു.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയും സകലത്തിന്റെ നാഥനുമായ മിശിഹായി, ഞങ്ങൾ പെട്ടത്തിരി ശരീരവും ഞങ്ങൾ പാഞ്ചരേറ്റവും ന്യായീകരിക്കും വിഷാവിരിക്കാൻ കാരണമാകാതെ കടം പൊറുതിക്കും പാവം മോത്തങ്ങളുടെ സരിതയിൽ സന്തോഷിക്കുന്ന ദാനമാകട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. രാജാവായ മിശിഹായേ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നെ വിശ്വസിച്ച സകലരെയും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണമായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിൽക്കുവാനും സ്വർഗ്ഗീയങ്ങളോട് നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ നാഥമായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മാതാവാകുവാൻ തിരഞ്ഞെടുത്ത ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ പ്രസവത്തിൽ പൂർണ്ണമായി പങ്കുചേർന്ന്
പരിശുദ്ധയമ്മയെ പോലെ വിശുദ്ധ ആഘോഷമായ കുർബാനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കാൻ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവമായ ഈശോയെ സ്വർഗ്ഗത്തെ പങ്കുവയ്ക്കുന്ന അമൂല്യമായ ശരീരങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹരാകട്ടെ. അവട്ടനീയമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും നന്ദിയും ആരാധനയെ സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. മിശിഹായുടെ മാതാവായ മറിയത്തെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവം വാഴ്ത്തപ്പെടാനാകട്ടെ. ഇതാ നിന്റെ അമ്മയെ നല്ല ചെയ്തുകൊണ്ട് മറിയത്തെ നമുക്ക് അമ്മയായി നൽകിയ മിശിഹായെ സ്തുതിക്കാം. തന്റെ ആവാസത്താൽ മറിയത്തെ കൃപാകൂർത്തയാക്കിയ പരിശുദ്ധാത്മാവിനെ നമുക്ക് കൃതയർപ്പിക്കാം. പരിശുദ്ധകന്യാമറിയത്തെ പോലെ സ്വർഗീയ ക്രീഡത്തിന് യോഗ്യരായ വിധം ജീവിക്കുവാൻ ഈ ദിവ്യരഹസ്യങ്ങൾ നമുക്ക് ശക്തി പകരട്ടെ. കർത്താവിന്റെ സജീവമായ സ്നേഹമായ നിങ്ങളെല്ലാവരും മുതിരും എല്ലാ വിപത്തുകളിലും സംരക്ഷണമായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. നമ്മുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. അനുസരിച്ച് കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളും മോചിപ്പിക്കാൻ വരുന്നത് എനിക്കറിഞ്ഞുകൂടാ. എത്രയും ദയുള്ള മാതാവേ, എൻ്റെ തമ്പുരാന്റെ ഓമനപുത്രി പുത്രൻ തമ്പുരാന്റെ വാത്സല്യമാതാവേ, തമ്പുരാന്റെ നിർമ്മല മണവാട്ടി, ത്രിത്വൈക ദൈവത്തെ പരിശുദ്ധാലയമേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ചവളേ ഭാഗ്യവതി. ദാസികൻ താഴ്മയെ ദൈവം കടാക്ഷിച്ചു, തലമുറകളെല്ലാം നിന്നെ പ്രകീർത്തിക്കും. ബാവാ തമ്പുരാന്റെ ഓമനപുത്രി, പുത്രൻ തമ്പുരാന്റെ വാത്സല്യമാതാവേ, തമ്പുരാന്റെ നിർമ്മല മണവാട്ടി, ത്രിത്വൈക ദൈവത്തിൻ പരിശുദ്ധാലയമേ, വിശ്വാസം ശരണം സ്നേഹം ലഭിക്കാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. എളിമതൻ പര്യായമായ അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിശ്വാസം ശരണം സ്നേഹം ലഭിക്കാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. എളിമതൻ പര്യായമായ അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.